അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. ഫൊക്കാന കൺവെൻഷൻ സമാപന വേദിയിൽ പുതിയ പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, മറ്റ് ടീം അംഗങ്ങൾ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഫിലിപ്പോസ് ഫിലിപ്പ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അധികാരമേറ്റ ശേഷം ചെയ്ത ഹ്രസ്വപ്രസംഗത്തിൽ ചെറിയ സ്വപ്നങ്ങൾ കാണേണ്ട സംഘടനയല്ല ഫൊക്കാന എന്ന് പറഞ്ഞാണ് തങ്ങൾ ഡ്രീം ടീമിന് രൂപം കൊടുത്തതെന്ന് സജിമോൻ ആന്റണി അനുസ്മരിച്ചു. അധികാരമേറ്റ ശേഷം ചെയ്ത ഹ്രസ്വപ്രസംഗത്തിൽ ചെറിയ സ്വപ്നങ്ങൾ കാണേണ്ട സംഘടനയല്ല ഫൊക്കാന എന്ന് പറഞ്ഞാണ് തങ്ങൾ ഡ്രീം ടീമിന് രൂപം കൊടുത്തതെന്ന് സജിമോൻ ആന്റണി അനുസ്മരിച്ചു. ഇലക്ഷനിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച രണ്ട് എതിർ ടീമുകൾക്കും നന്ദി പറയുന്നു. ലോകത്തിൽ മാറ്റപ്പൊഴിച്ച് മറ്റൊന്നും സ്ഥിരമല്ല. ഒരാൾക്ക് തനിച്ച് വലിയ കാര്യങ്ങൾ പറ്റിയില്ലെന്ന് വരാം, എന്നാൽ ജലാശയത്തിൽ വന്ന് വീഴുന്ന കല്ല് ഓളങ്ങൾ ഉണ്ടാക്കുന്നു. ബാബു സ്റ്റീഫൻ നേതൃത്വമേറ്റ 2022 ഫൊക്കാനയ്ക്ക് വലിയ മാറ്റമുണ്ടായി. ഇനിയും അത് ആവർത്തിക്കും. ഞങ്ങൾക്കെതിരെ മത്സരിച്ചവരെ ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങളെയും അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടീം ലെഗസിയുടെ ഭാഗമായിരുന്ന എല്ലാവരോടും അഭിനന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇലക്ഷൻ കമ്മിറ്റി ചെയർ ഫിലിപ്പോസ് ഫിലിപ്പിന്റെ പ്രസംഗത്തിൽ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ കർമ്മശേഷി കൊണ്ടാണ് കൺവെൻഷനും ഇലക്ഷനും ഇത്ര ഭംഗിയായി പോയതെന്ന് ചൂണ്ടിക്കാട്ടി. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഇലക്ഷൻ മുമ്പുണ്ടായിട്ടില്ല. 557 പേർ വോട്ട് ചെയ്തു. നീതിപൂർവവും സുതാര്യവുമായാണ് ഇലക്ഷൻ നടന്നത്. അതിന് സഹകരിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. കൺവെൻഷൻ ചെയർ ജോൺസൺ തങ്കച്ചൻ സ്വാഗതവും ട്രഷറർ ബിജു ജോൺ കൊട്ടാരക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഇത്തവണത്തെ ഫോമ കൺവെൻഷനിൽ സംഘടനയുടെ പ്രധാന ഘടകമായ വിമൻസ് ഫോറം 4 പരിപാടികൾക്കാണ് നേതൃത്വം നൽകുന്നതെന്ന് ഫോറം സെക്രട്ടറി രേഷ്മ രഞ്ജൻ അറിയിച്ചു. വിമൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പരിപാടിയാണ് ഈ ശ്രേണിയിൽ എടുത്തു പറയേണ്ടത്. മിസ് ആൻഡ് മിസ്റ്റർ ഫോമ മത്സരമാണ് രണ്ടാമത്തെ ഇനം. നടൻ ടിനി ടോം, നടി സ്വാസിക, ലിസ് പൗലോസ്, ഹിമ ഹരിദാസ് എന്നിവരാണ് പരിപാടിയുടെ വിധികർത്താക്കൾ. മിസ് ആൻഡ് മിസ്റ്റർ ഫോമ മത്സരമാണ് രണ്ടാമത്തെ ഇനം. നടൻ ടിനി ടോം, നടി സ്വാസിക, ലിസ് പൗലോസ്, ഹിമ ഹരിദാസ് എന്നിവരാണ് പരിപാടിയുടെ വിധികർത്താക്കൾ. ന്യൂജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൃത്ത അധ്യാപിക റുബീന സ്വധർമ്മൻ കോറിയോഗ്രാഫ് ചെയ്ത തിരുവാതിരയാണ് മറ്റൊരു ഹൈലൈറ്റ്. സൺഷൈൻ റീജിയണിലെ വനിതാ ചെയർ സ്വപ്ന നായർക്കാണ് ഇതിന്റെ ഏകോപന ചുമതല. കൺവെൻഷന്റെ മാറ്റുകൂട്ടാൻ താലപ്പൊലിയുടെ ഒരുക്കങ്ങളും നടന്നുവരുന്നു. 3 സുപ്രധാന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചതിന്റെ ആഹ്ലാദവും അഭിമാനവുമാണ് ഫോമ വിമൻസ് ഫോറത്തിനുള്ളത്. ഹർ സ്വാസ്ഥ്യ എന്ന ക്യാൻസർ സ്ക്രീനിംഗ് പ്രൊജക്ട് വഴി 3 തരം ക്യാൻസർ സ്ക്രീനിംഗ്, ഓറൽ, ബ്രസ്റ്റ് ആൻഡ് സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗുകൾ കേരളത്തിൽ 140 സ്ത്രീകളിൽ നടത്താൻ സാധിച്ചു. 2023 മെയ് 31 പരിശോധനയ്ക്കായി 2 ലക്ഷം രൂപ കൈമാറിയിരുന്നു. വിദ്യാവാഹിനി പ്രൊജക്ടിലൂടെ ഗാന്ധി ഭവനിലെ കുട്ടികൾക്ക് പഠന സഹായമായി 1000 രൂപ വീതം നൽകുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂൺ 1 1,40,000 രൂപ നൽകി. വിദ്യാവാഹിനിയുടെ സ്കോളർഷിപ്പ് പ്രൊഫഷണൽ കോഴ്സ് വിദ്യാർത്ഥികളായ 33 പെൺകുട്ടികൾക്ക് നൽകി. 16,65,000 രൂപ ഇതിനായി വിനിയോഗിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ പ്രൊജക്ടുകളെല്ലാം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള വെല്ലുവിളിയാണ് വിമൻസ് ഫോറം ഏറ്റെടുത്ത് ഫലവത്താക്കിയത്. സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രശംസനീയമായ രീതിയിൽ അത് പൂർത്തീകരിക്കുന്നതിൽ ഫോറം വഹിച്ച പങ്ക് ചെറുതല്ല. 20 ലക്ഷത്തിലധികം രൂപയാണ് വനിതാ ഫോറം സമാഹരിച്ചത്. 180 പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത് കൈത്താങ്ങായി. ഫോമ വിമൻസ് ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ 2022-24. 1. മീറ്റ് ആൻഡ് ഗ്രീറ്റ്. ഫോമയുടെ മുൻകാല വനിതാ നേതാക്കളെ ആദരിച്ചു. 2. സീക്രട്ട് സാൻഡ് ഡിസംബർ ജനുവരി. 3. ഗ്രീൻ ജ്യൂസ് ഡേ ജനുവരി. സമ്മാനത്തുക $250. 4. ഡോക്ടർ ശ്രീരാഗിന്റെ കിച്ചൺ കെമിസ്ട്രി. 5. വനിതാ ദിനാഘോഷം മാർച്ചിൽ. ദലിമ MLA, നടി സീമ എന്നിവർ മുഖ്യാതിഥികളായി. വിഷയം മൈത്രേയി. 6. ഓരോ ദിവസവും ഓരോ പോസ്റ്റ്, ഫ്ലയർ, വിവിധ വിഷയങ്ങളും ചോദ്യങ്ങളും ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് മാസം ആചരിച്ചു. വിജയികൾക്കുള്ള $50 PRO ജോസഫ് ഇടിക്കുള സ്പോൺസർ ചെയ്തു. 7. ഫോട്ടോഗ്രാഫി മത്സരം. ചിത്രം. 1ാം സമ്മാനം $250 ജോസഫ് ഔസോയും, 2ാം സമ്മാനം $150 ഷിനു ഫ്ലൈയും, $150 ഷിനു ഫ്ലൈയും, 3ാം സമ്മാനം $100 സുജനനും സ്പോൺസർ ചെയ്തു. 8. ഡോക്ടർ അശ്വിനി നടത്തിയ പോസിറ്റീവ് മെന്റൽ സ്പേസ് പ്രോഗ്രാം. ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസും ഡേറ്റിംഗ് വയലൻസും എങ്ങനെ തടയാമെന്ന ദിശാബോധം പകർന്നു. 9. ഡോക്ടർ ജഗതിക്കൊപ്പമുള്ള പോസിറ്റീവ് മെന്റൽ സ്പേസ് സെഷൻ.
10 സമ ടു കേരള. 11 25 മുതൽ 40 സ്ത്രീകളെ പരിശോധിക്കാൻ കാർക്കിനോസ് ക്യാൻസർ സ്ക്രീനിങ്ങിലൂടെ സാധിച്ചു. 12 ഡോക്ടർ അശ്വിനി നടത്തിയ ബിൽഡിംഗ് അസർട്ടീവ്നെസ് പ്രോഗ്രാം. ഡോക്ടർ അശ്വിനിക്കൊപ്പമുള്ള സെഷനുകളിൽ ചർച്ച ചെയ്ത് വ്യക്തിബന്ധങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. മോശം ബന്ധങ്ങൾ സൂചനകളിലൂടെ എങ്ങനെ തിരിച്ചറിയാം? ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയൽ. പ്രശ്നപരിഹാരത്തിനുള്ള സഹകരണ സമീപനം. ദുരുപയോഗത്തെ അതിജീവിക്കുന്നവരെ പിന്തുണയ്ക്കുന്നതിൽ സമൂഹത്തിന്റെ പങ്ക്. കൂടാതെ മാതൃത്വത്തെയും സ്ത്രീത്വത്തെയും ആദരിക്കുന്ന മദേഴ്സ് ഡേ ആഘോഷവും സംഘടിപ്പിച്ചു. സംരംഭകയും കവയത്രിയും ക്യാൻസർ അതിജീവിതയും സ്ത്രീകൾക്ക് പ്രചോദനവുമായ ഷൈല തോമസ്, ഗായിക ദേവിക നിർമ്മൽ, സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി എന്നിവരായിരുന്നു മുഖ്യാതിഥികൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചുവന്ന റവറന്റ് ഫാദർ ജോഷി വലിയ വീട്ടിലിന് യാത്രയയപ്പ് നൽകി. ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലേക്ക് അസിസ്റ്റന്റ് വികാരിയായാണ് ഫാദർ ജോഷി യാത്രയാകുന്നത്. ഫാദർ ജോഷി വലിയ വീട്ടിൽ അർപ്പിച്ച കൃതജ്ഞതാ ബലിക്ക് ശേഷം വികാരി ഫാദർ സിജു മുടക്കോടിയുടെ അധ്യക്ഷതയിൽ കൂടിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ ഇടവകയെ പ്രതിനിധീകരിച്ച് ട്രസ്റ്റി കോർഡിനേറ്റർ സാബു കട്ടപ്പുറം, സാലി കിഴക്കേക്കുറ്റ്, ആൻഡ്രൂ തേക്കുംകാട്ടിൽ എന്നിവർ റവറന്റ് ഫാദർ ജോഷി ഇടവകയ്ക്ക് നൽകിയ സേവനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലേക്ക് അസിസ്റ്റന്റ് വികാരിയായാണ് ഫാദർ ജോഷി യാത്രയാകുന്നത്. ഫാദർ ജോഷി വലിയ വീട്ടിൽ അർപ്പിച്ച കൃതജ്ഞതാ ബലിക്ക് ശേഷം വികാരി ഫാദർ സിജു മുടക്കോടിയുടെ അധ്യക്ഷതയിൽ കൂടിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ ഇടവകയെ പ്രതിനിധീകരിച്ച് ട്രസ്റ്റി കോർഡിനേറ്റർ സാബു കട്ടപ്പുറം, സാലി കിഴക്കേക്കുറ്റ്, ആൻഡ്രൂ തേക്കുംകാട്ടിൽ എന്നിവർ റവറന്റ് ഫാദർ ജോഷി ഇടവകയ്ക്ക് നൽകിയ സേവനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മിതത്വം കാത്തുസൂക്ഷിക്കുകയും പ്രാർത്ഥനയും വായനയും സ്നേഹിച്ചുകൊണ്ട് ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു കൊടുക്കുവാൻ ഫാദർ ജോഷിക്ക് സാധിച്ചുവെന്ന് വികാരി ഫാദർ സിജു മുടക്കോടയിൽ ഓർമ്മിപ്പിച്ചു. ഷിക്കാഗോ സെന്റ് മേരീസിൽ നിന്നും തന്റെ നോർത്ത് അമേരിക്കയിലെ പ്രേക്ഷിത ദൗത്യം തുടങ്ങുവാൻ സാധിച്ചത് ഒരു ദൈവാനുഗ്രഹമായി കണക്കാക്കുന്നുവെന്നും ഇടവകയിലെ ആപാലവൃത്തം ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറയുന്നതായും ഫാദർ ജോഷി തന്റെ മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു. വികാരി ഫാദർ സിജു മുടക്കോടലിനൊപ്പം സിസ്റ്റർ സിൽവേറിയസ്, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പോഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ടിൽ എന്നിവർ യാത്രയയപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. വാദ്യകുലപതി സർവശ്രീ കലാമണ്ഡലം ശിവദാസനെ ഓങ്കാരം ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അമേരിക്കയിലുടനീളം ശിഷ്യഗണങ്ങളുള്ള ആശാൻ വിവിധ നഗരങ്ങൾ സന്ദർശിക്കുന്നതാണ്. ചെണ്ടമേളം, തായമ്പക, കഥകളി, ചെണ്ട എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച അനുഗ്രഹീത കലാകാരനാണ് ശിവദാസൻ ആശാൻ. ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ സീനിയർ ഫെലോഷിപ്പ് അടക്കം നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ സീനിയർ ഫെലോഷിപ്പ് അടക്കം നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓങ്കാരത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചെണ്ടക്കളരിയിൽ പഞ്ചാരി മേളത്തിന്റെ കലാപ്രമാണങ്ങളിലൂടെയുള്ള ആശാന്റെ അനായാസമായ കൊട്ടിക്കയറ്റങ്ങൾ ശിഷ്യർക്ക് നവ്യമായ പാഠ്യ അനുഭവം പകർന്നു നൽകി. കൂടാതെ ശിഷ്യഗണങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള അനുഭവ സമ്പത്തും ആശാൻ പങ്കുവയ്ക്കുകയുണ്ടായി. ചടങ്ങിൽ അരവിന്ദ് പിള്ള ആശാനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ഷിക്കാഗോയിൽ നിന്നും മിനസോട്ടയിൽ നിന്നുമുള്ളവർ പങ്കെടുത്തു. ശിവദാസനെ പരിചയപ്പെടുവാനും ചെണ്ട കളരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ദീപക് നായർ, മകേഷ് കൃഷ്ണൻ എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. സെപ്റ്റംബർ 27 മുതൽ 29 വരെ ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കുന്ന സീറോ മലബാർ കാത്തലിക് കോൺഗ്രസ് സിൽവർ ജൂബിലിയുടെയും ഫാമിലി കോൺഫറൻസിന്റെയും രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ബ്രോങ്സ് സെന്റ് തോമസ് സീറോ മലബാർ ഫൊറോന ഇടവകയിൽ ജൂലൈ 14 ഞായറാഴ്ച നടന്നു. ഒഡീഷയിലെ ബാലസോർ രൂപത ബിഷപ്പ് മാർ വർഗീസ് തോട്ടങ്കര ആദ്യ രജിസ്ട്രേഷൻ SMCC മുൻ സെക്രട്ടറി ജോസഫ് കാഞ്ഞമലയിൽ നിന്നും ഏറ്റുവാങ്ങി. ബ്രോങ്സ് ഇടവകയിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് രജിസ്ട്രേഷൻ കിക്ക് ഓഫിന് ലഭിച്ചത്. ബ്രോങ്സ് ഇടവകയിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് രജിസ്ട്രേഷൻ കിക്ക് ഓഫിന് ലഭിച്ചത്. ഇടവക വികാരി റവറന്റ് ഫാദർ കുര്യാക്കോസ് വാടാന അനുഗ്രഹ പ്രഭാഷണം നടത്തി. സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി നാഷണൽ കോർഡിനേറ്റർ ജോജോ കോട്ടൂർ പ്രസംഗിച്ചു. നാഷണൽ ട്രഷറർ ജോർജ് വി ജോർജ്, സബ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജി മിറ്റത്താനി എന്നിവർ സന്നിഹിതരായിരുന്നു. റീജിയണൽ കോർഡിനേറ്റർ ഷോളി കുമ്പിളുവേലി, SMCC മുൻ ചാപ്റ്റർ പ്രസിഡന്റുമാരായ ജോസ് ഞാറക്കുന്നേൽ, ഷാജി സക്കറിയ, ജോസ് മലയിൽ, ജിം ജോർജ്, ബെന്നി മുട്ടപ്പള്ളിൽ, ട്രസ്റ്റി ഷൈജു കളത്തിൽ, ചാപ്റ്റർ ജോയിന്റ് സെക്രട്ടറി സെബാസ്റ്റ്യൻ വിരുത്തിയിൽ, സണ്ണി മാത്യു, മാത്തച്ചൻ പുതുപ്പള്ളിൽ, ടോം മുണ്ടക്കൽ, വൈസ് പ്രസിഡന്റ് ഗ്രേസ് കാഞ്ഞമല
തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. SMCC ചാപ്റ്റർ പ്രസിഡന്റ് ആൻഡ്രൂ കണ്ണാടൻ സ്വാഗതവും സെക്രട്ടറി സ്വപ്ന മലയിൽ നന്ദിയും പറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് ശേഷം രൂപതയുടെ നേതൃത്വത്തിൽ എല്ലാ സീറോ മലബാർ ഇടവകകളുടെയും മിഷനുകളുടെയും സഹകരണത്തോടെ ഫിലാഡൽഫിയയിൽ നടത്തപ്പെടുന്ന ഈ ദേശീയ കുടുംബ സംഗമം അമേരിക്കയിലെ നസ്രാണി കത്തോലിക്കരുടെ ഏറ്റവും വലിയ ഒത്തുചേരലായിരിക്കും. സീറോ മലബാർ ദേശീയ കുടുംബ സംഗമത്തിനും SMCC രജത ജൂബിലി ആഘോഷങ്ങൾക്കും സഭാപിതാക്കന്മാരും വൈദികരും സന്യസ്തരും അൽമായ നേതാക്കളും അമേരിക്കയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള കുടുംബങ്ങളും പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ആഘോഷമായ ദിവ്യബലി, യുവജന സമ്മേളനം, മിസ് സീറോ മലബാർ മത്സരം, കൊയർ ഫെസ്റ്റ്, വൈവിധ്യമാർന്ന കലാപരിപാടികൾ, നസ്രാണി തനിമയിലുള്ള പൈതൃക ആഘോഷയാത്ര, ബൈബിൾ സ്കിറ്റ്, വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ, ചർച്ചാ സമ്മേളനങ്ങൾ, വിവാഹ ജീവിതത്തിന്റെ 25-50 വർഷങ്ങൾ ആഘോഷിക്കുന്ന ജൂബിലി ദമ്പതിമാരെ ആദരിക്കൽ, മതാധ്യാപക സംഗമം, ബാങ്ക്വറ്റ്, വോളിബോൾ ടൂർണമെന്റ്, ഫിലാഡൽഫിയ സിറ്റി ടൂർ എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. സീറോ മലബാർ കുടുംബസംഗമത്തിന്റെ നടത്തിപ്പിനായി ദേശീയ തലത്തിൽ ബിഷപ്പ് മാർ ജോയാലപ്പാട്ട് മുഖ്യ രക്ഷാധികാരിയും SMCC നാഷണൽ സ്പിരിച്വൽ ഡയറക്ടർ റവറൻ ഫാദർ ജോർജ് എളമ്പാശ്ശേരിൽ, ആതിഥേയ ഇടവക വികാരി റവറൻ ഡോക്ടർ ജോർജ് ദാനവേലിൽ എന്നിവർ രക്ഷാധികാരികളും, ജോർജ് മാത്യു CPA ചെയർപേഴ്സൺ, ഡോക്ടർ ജെയിംസ് കുറിച്ചി, മേഴ്സി കുര്യാക്കോസ് കോ ചെയർപേഴ്സൺസ്, ജോസ് മാളിയേക്കൽ ജനറൽ സെക്രട്ടറി, ജോർജ് വി ജോർജ് ട്രഷറർ, നാഷണൽ കോർഡിനേറ്റർമാരായ ജോജോ കോട്ടൂർ, ജോൺസൺ കണ്ണൂക്കാടൻ എന്നിവരും വിവിധ സബ് കമ്മിറ്റി ചെയർപേഴ്സൺസും ഉൾപ്പെടെയുള്ള സിൽവർ ജൂബിലി കമ്മിറ്റി, SMCC നാഷണൽ പ്രസിഡന്റ് സെജിൽ പാലക്കലോടി, ജനറൽ സെക്രട്ടറി മേഴ്സി കുര്യാക്കോസ്, ബോർഡ് ചെയർമാൻ ജോർജ് കുട്ടി പുല്ലാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകുന്ന നാഷണൽ കമ്മിറ്റിയോടൊപ്പം പ്രവർത്തിക്കുന്നു. 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് ഭക്ഷണം ഉൾപ്പെടെ $150, 4 പേരടങ്ങിയ ഫാമിലിക്ക് $500 രജിസ്ട്രേഷൻ ഫീസ്. ദൂര സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് താമസത്തിന് സമീപ സ്ഥലങ്ങളായ ഹോട്ടലുകൾ കൂടാതെ ആതിഥേയ കുടുംബങ്ങളെ ക്രമീകരിക്കുന്നതിനും സംഘാടകർ ശ്രമിക്കുന്നു. കോൺഫറൻസിന് രജിസ്റ്റർ ചെയ്യുന്നതിന് ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷനാണ് ഏറ്റവും സ്വീകാര്യം. കോൺഫറൻസ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ജൂബിലി വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് www.smccjubilee.org. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. വാഷിംഗ്ടൺ DC-യിൽ നിന്നും ആരംഭിച്ച ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ വള്ളംകളി പതാക പ്രയാണം രാവിലെ 3 മണിയോടുകൂടി നയഗ്രയിൽ എത്തിച്ചേരുകയും വിവിധ സംഘടനാ നേതാക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വമ്പിച്ച സ്വീകരണം നൽകുകയും ചെയ്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമന്ത് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ക്യാപ്റ്റൻസി മീറ്റിംഗ് ട്യൂബ്ലി KPA ആസ്ഥാനത്ത് വെച്ച് നടന്നു. അമേരിക്കൻ പ്രവാസി എഴുത്തുകൾ എന്നതിലേക്ക് ഒതുങ്ങുന്നതല്ല കോരസൻ വർഗീസിന്റെ പ്രവാസിയുടെ നേരും നോവും എന്ന പുസ്തകമെന്ന് മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ. ആഗോള സീറോ മലബാർ സഭയുടെ ഷിക്കാഗോ രൂപത വികാരി ജനറലും നോർത്ത് അമേരിക്കയിലെ സീനിയർ മോസ്റ്റ് മലയാളി വൈദികനും സെന്റ് അൽഫോൻസ ദേവാലയത്തിന്റെ ആരംഭകരുമായ റവറൻ ഫാദർ ജോൺ മേലേപ്പുറത്തിനെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ ആദരിച്ചു. കോപ്പയിൽ സെന്റ് അൽഫോൻസ സീറോ മലബാർ കാത്തലിക് ദേവാലയത്തിൽ തിരുനാളിന് കൊടികേറി. ഫോമയിലെ വനിതാ നേതാക്കളിൽ ഏറ്റവും കരുത്തുറ്റ സേവന സന്നദ്ധതയുള്ള സ്ത്രീ അംബ്ലി സജിമോൻ തന്നെയെന്ന് നാഷണൽ കമ്മിറ്റി മെമ്പർ ദീപക് അലക്സാണ്ടർ അഭിപ്രായപ്പെട്ടു. അവിസ്മരണീയമായ സന്തോഷത്തിന്റെ അനുഭവങ്ങളാണ് 21ാമത് വാഷിംഗ്ടൺ ഫൊക്കാന സമ്മേളനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് ജോസ് കാടാപ്പുറം. സംഘടനയായ ഫൊക്കാന എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കൺവെൻഷനോടനുബന്ധിച്ചു നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഡ്രീം ടീമിനെ വിജയിപ്പിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.